പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളുടെ വാർത്താ പ്രഭാതത്തിൽ ആദ്യത്തെ വാർത്ത, അന്താരാഷ്ട്ര മയക്കുമരുന്ന് മാഫിയയുടെ ഡോൺ പിടിയിലായിരിക്കുന്നു. തിരുവനന്തപുരത്തെ കല്ലമ്പലത്ത് വൻ ലഹരിവേട്ട എന്ന വാർത്തയാണ് ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. 1.25 കിലോ MDMA-യുമായാണ് 4 പേർ പിടിയിലായത്. മാർക്കറ്റിൽ ഏകദേശം 4 കോടിയോളം വിലമതിക്കുന്ന മയക്കുമരുന്ന്. വർക്കല സ്വദേശിയായ സഞ്ജു, വലിയവിള സ്വദേശി നന്ദു, ഉണ്ണിക്കണ്ണൻ, പ്രവീൺ എന്നിവരാണ് പിടിയിലായത്. 4 കോടിക്ക് മുകളിൽ വില വരുന്ന MDMA-യാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. മയക്കുമരുന്ന് മാഫിയയുടെ ഇടയിൽ ഡോൺ എന്നാണ് സഞ്ജുവിനെ അറിയുന്നത്. ഇയാളുടെ നേതൃത്വത്തിൽ രാസലഹരി വിൽപ്പന നടത്തുന്ന സംഘത്തെക്കുറിച്ച് പോലീസിന് കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട് എന്നാണ് സൂചന. സുനിഷ യെല്ലൂരും റോഷിപാലും നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുനിഷ, ഗുഡ് മോർണിംഗ്. റോഷിപാൽ, വെരി ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഒരു വലിയ ലഹരി സംഘത്തെയാണ് നമ്മളിപ്പോൾ പിടികൂടിയിരിക്കുന്നത്. പോലീസിന് സംശയം തോന്നി. എയർപോർട്ടിൽ നിന്ന് നിരീക്ഷിച്ചു വരികയായിരുന്നു സഞ്ജുവിനെയും സംഘത്തെയും. 1.25 കിലോ MDMA എന്ന് പറഞ്ഞാൽ 4 കോടിയോളം രൂപയുടെ മൂല്യമുള്ള മയക്കുമരുന്നാണ് ഇപ്പോൾ ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത്. ഡോണിനെയാണോ പോലീസ് പിടിച്ചിരിക്കുന്നത് സുനിഷ? അരുൺ, മനസ്സിലാക്കാൻ കഴിയുന്നത് മയക്കുമരുന്ന് മാഫിയയുടെ ഇടയിൽ ഡോൺ എന്നറിയപ്പെടുന്ന സഞ്ജുവിനെയാണ് പിടിച്ചിരിക്കുന്നത് എന്നതാണ്. ഒപ്പം തന്നെ ഇയാളുടെ കൂട്ടാളികളായ 3 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നിലവിൽ. കഴിഞ്ഞ ദിവസമാണ് ഇവർ, അതായത് ഇന്നലെ രാത്രിയാണ് ഇവർ മസ്കറ്റിൽ നിന്നും തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് എത്തുന്നത്. ഇവർക്ക് നേരത്തെ തന്നെ, അതായത് ഡാൻസർ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ ഇവരെക്കുറിച്ച് സംശയമുണ്ടായിരുന്നു. ഇവരൊക്കെ തന്നെയും നിരീക്ഷണത്തിലായിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയോടുകൂടി തന്നെ എയർപോർട്ടിലെത്തുന്നു. പിന്നാലെ ഈ 2 പേർ ഈ ഇന്നോവ കാറിലേക്ക് കയറുന്നു. മറ്റു ഒരു 2 പേർ ഇവരെ കൂട്ടാനായി എയർപോർട്ടിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ 4 പേർ ഇന്നോവ കാറിൽ കയറുന്നു. തൊട്ടു പിന്നാലെയുള്ള പിക്കപ്പ് വാനിൽ അവരുടെ ബാഗുകളൊക്കെ തന്നെയും എടുത്തു വെക്കുന്നു. അപ്പോൾ തന്നെ പോലീസിന് സംശയമുണ്ടായിരുന്നു. ഡാൻസർ സംഘം പുറകെ തന്നെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷേ അവിടെ നിന്നും പിടിക്കേണ്ടതില്ല എന്നത് ഡാൻസർ സംഘം തീരുമാനിക്കുന്നു. എവിടേക്കാണ് ഈ മയക്കുമരുന്ന് എത്തിക്കുന്നത്, എവിടേക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാനാണോ എന്നതടക്കമുള്ള സംശയങ്ങൾ ദൂരീകരിക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ലക്ഷ്യം. പക്ഷേ കല്ലമ്പലം ജംഗ്ഷനോട് അടുത്തപ്പോൾ അവർ കല്ലമ്പലം വരെ എത്തി. കല്ലമ്പലം ജംഗ്ഷനിൽ നിന്നും തൊട്ടടുത്താണ് അവരുടെ വീട്. കല്ലമ്പലം ജംഗ്ഷനിൽ എത്തിയപ്പോഴാണ് പോലീസും ഡാൻസർ സംഘവും ഇനി ഏതായാലും വീട്ടിലേക്ക് തന്നെ ആയിരിക്കാം പോവുക എന്ന് കരുതിക്കൊണ്ട് ഇവരെ പിടികൂടുന്നതും വളഞ്ഞിട്ട് പിടികൂടുന്നതും ഇത് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതും. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് അരുൺ 1.25 കിലോളം, 1 കിലോ 250 ഗ്രാം ഈ MDMA-യാണ് ഇവരുടെ ബാഗിൽ ഉണ്ടായിരുന്നത് എന്ന് കണ്ടെത്തിയത്. പ്രധാനമായും ഈത്തപ്പഴത്തിന്റെ പെട്ടിക്കുള്ളിൽ കറുത്ത കവറിലാക്കിയായിരുന്നു ലഹരി ശേഖരം ഒളിപ്പിച്ചു കൊണ്ടുവന്നത് എന്നതാണ്. നിലവിലിപ്പോൾ 2 പേരാണ് പോലീസ് പറയുന്നത്. ഈ 2 പേർ നേരത്തെ തന്നെ ഈ ഡോൺ എന്നറിയപ്പെടുന്ന സഞ്ജു, ഒപ്പം തന്നെ ഈ നന്ദു, ഈ 2 സുഹൃത്തുക്കളാണ് ഉണ്ടായിരുന്നത് എന്നതാണ്. ഒപ്പം 2 പേർ, ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന 2 പേരെയും പോലീസ് ഏതായാലും പിടികൂടിയിട്ടുണ്ട്. നിലവിലിപ്പോൾ ഇതിന്റെ പരിശോധനയിലേക്കടക്കം പോലീസ് കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഏറ്റവും വലിയ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ രാസലഹരി വേട്ടയാണ് നടന്നിരിക്കുന്നത് എന്നതാണ്. പോലീസും ഡാൻസർ സംഘവും ഒക്കെ പരിശോധന നടത്തുകയാണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ഇപ്പോൾ പരിശോധനയിലേക്ക് അടക്കം കടന്നിട്ടുണ്ട്, പ്രതികളെ പിടികൂടിയിട്ടുണ്ട്. നേരത്തെ തന്നെ പോലീസിന്റെ സംശയത്തിലുള്ളവരായിരുന്നു ഇവർ എന്നതാണ്. ഇനി അറിയേണ്ടത് എങ്ങനെയാണ് ഇവർ. അല്ലല്ല, ഈ പോകുന്ന ആളാണല്ലേ, ഈ ടീഷർട്ട് ഇട്ടിരിക്കുന്ന ആളാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ. അതെ അരുൺ, അതെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇപ്പോൾ പോലീസ് ഇവരെ ജീപ്പിലേക്ക് കയറ്റി പോകുന്ന ദൃശ്യങ്ങളാണ്. പറഞ്ഞതുപോലെ മയക്കുമരുന്നിന്റെ ഡോൺ, അല്ലെങ്കിൽ ഈ വിൽപ്പന നടത്തുന്ന പ്രധാനി എന്ന് പറയുന്ന ഇയാളാണ് അവിടെ നിന്നും, അതായത് എയർപോർട്ടിൽ നിന്നും ഈ MDMA-യുമായി ഇവിടേക്ക് എത്തിയത്. ഇവരെ കൂട്ടാനായി 2 പേർ കൂടി ഉണ്ടായിരുന്നു. ഈ 4 പേരെയാണ് ഇപ്പോൾ ഏതായാലും പോലീസ് പിടികൂടിയിരിക്കുന്നത്. കല്ലമ്പലം പോലീസ്, ഒപ്പം തന്നെ റൂറൽ ഡാൻസർ ടീമുമൊക്കെ വളരെ സാഹസികമായി തന്നെയാണ് ഇവരിലേക്ക് എത്തുന്നതും പിടികൂടുന്നതും. നേരത്തെ തന്നെ നിരീക്ഷണത്തിൽ ഇവർ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഏതായാലും ഇനി അറിയേണ്ടത് ഇതെങ്ങോട്ടാണ്, ഇവർ എങ്ങനെ അവിടെ നിന്നും ഇവിടേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇത് ആർക്ക് നൽകാൻ, എങ്ങനെ വിൽപ്പന നടത്തുന്നു എന്നതടക്കം എന്നറിയപ്പെടുന്ന സഞ്ജു, അയാളുടെ നേതൃത്വത്തിലാണ് 1.25 കിലോയോളം വരുന്ന MDMA കൊണ്ടുവന്നത്. അസാമാന്യമായ ധൈര്യമാണ് കേട്ടോ. ഈ ലഹരിവേട്ടയൊക്കെ നടക്കുന്നതിനിടയിൽ വിദേശത്ത് നിന്നും ഇത്രയും അധികം MDMA ഒക്കെ കടത്തുക എന്ന് പറയുന്നത്. ഇത് അയാളുടെ കൂട്ടാളിയാണ് സഞ്ജു. അപ്പുറത്തിരിപ്പുണ്ട്, വെളുത്ത ഉടുപ്പിട്ട താടി വെച്ചയാളാണ് സഞ്ജു. അപ്പോൾ സുനിഷ, ഇവരെന്താ പറയുന്നത്? സഞ്ജുവിന്റെ ടീമും ഇത് തങ്ങളുടെ ലഗേജ് അല്ല എന്നാണ് പറയുന്നത്. ഇത് പക്ഷേ ഈ വണ്ടി ചേസ് ചെയ്ത് പിടിച്ചിരിക്കുന്നത് ഇവരുടെ വണ്ടിയെ തന്നെയല്ലേ?
അതെ അരുൺ, ഇവരുടെ വണ്ടിയിൽ തന്നെയാണ്. സ്വാഭാവികമായും ഇവർ പിടികൂടുമ്പോൾ ഇവരുടേതല്ല എന്ന് പറയുന്നതായിരിക്കാം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. റൂറൽ ഡാൻസർ സംഘവും പോലീസും ഇവരുടെ വണ്ടിക്ക് പിന്നാലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് കല്ലമ്പലം ജംഗ്ഷനിൽ വെച്ച് ഇവരെ പിടികൂടുന്നതും ഈ MDMA പരിശോധന നടത്തുകയും ഒക്കെ ചെയ്യുന്നത്. ഏതായാലും ഇവർ പറയുന്നത് ഈ ഇന്നോവ കാർ, അതിന് തൊട്ട് പിന്നാലെ ഒരു പിക്കപ്പ് വാഹനം ഉണ്ടായിരുന്നു. അതിലായിരുന്നു ഇവരുടെ ഈ 3 പെട്ടിയും ഉണ്ടായിരുന്നത്. ആ പെട്ടി പരിശോധിച്ചപ്പോഴാണ് അതിൽ മയക്കുമരുന്ന് കണ്ടെത്തുകയും ചെയ്യുന്നത്. ഈത്തപ്പഴത്തിൻ്റെ കവറിനുള്ളിൽ വെച്ച നിലയിലായിരുന്നു ഈ മയക്കുമരുന്ന് എന്നുള്ളതാണ്, MDMA എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിലിപ്പോൾ 1.25 കിലോ മയക്കുമരുന്ന് MDMA കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഏതായാലും പോലീസ് ഈ 4 പേർ, അതായത് ഈ നന്ദു, ഒപ്പം തന്നെ സഞ്ജു, ഈ 2 പേരാണ് വിദേശത്തു നിന്നും എത്തിയിരുന്നത്. അതിനുശേഷം ഇവരെ കൂട്ടാനായി എത്തിയിരുന്ന 2 പേർ, ഇങ്ങനെ 4 പേരാണ് ഇപ്പോൾ ഈ സംഘത്തിലുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇനി കൂടുതൽ ആളുകൾ ഉണ്ടോ എന്നത് പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. ഇതെങ്ങനെ എത്തി? മസ്കറ്റിൽ നിന്നുമാണ് ഇവർ എത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എങ്ങനെ അവിടെ നിന്നും ഇവിടേക്ക് എത്തി? എയർപോർട്ടിലൊക്കെ കർശന സുരക്ഷയുള്ള സാഹചര്യമാണ്. പക്ഷേ അവിടെ നിന്നും എങ്ങനെ എത്തി എന്നുള്ളതൊക്കെ വലിയ ചോദ്യം തന്നെയാണ്. ഏതായാലും അതൊക്കെ തന്നെയും പരിശോധിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ്. സാറേ, ഇന്ന് എങ്ങനെയാണ് ഈ പിടികൂടുന്നത്? ശരി, ഏതായാലും ഓഫീസേഴ്സിനോട് നമുക്ക് അല്പസമയത്തിനകം തന്നെ, ഇവരൊക്കെ തന്നെയും ഈ പരിശോധന നടത്തുന്ന ആ തിരക്കിലൊക്കെയാണ്, അവരോട്